നിങ്ങൾക്കറിയാമോ കാശ്മീരിൻ്റെ ഒരു ഭാഗം എങ്ങനെയാണ് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ ആയതെന്ന്? ഇന്നും തീരാത്ത തർക്കത്തിൻ്റെയും പ്രകോപനത്തിൻ്റെയും ആ ചരിത്രം നമുക്കൊന്നറിയാം. അതിനാദ്യം 1947-48 കാലത്തെ ഒന്നാം കാശ്മീർ യുദ്ധത്തെക്കുറിച്ചറിയണം. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ തൊട്ടു പിന്നാലെ ജമ്മു കാശ്മീർ രാജ്യത്തിൻ്റെ ഭാവി സംബന്ധിച്ചുള്ള തർക്കത്തെ തുടർന്ന് ആരംഭിച്ച ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന സൈനിക നടപടിയാണ് ഒന്നാം കാശ്മീർ യുദ്ധം. ഇന്ത്യയും പാകിസ്ഥാനും സ്വതന്ത്ര രാഷ്ട്രങ്ങളായി രൂപപ്പെട്ട 1947-ൽ ജമ്മു കാശ്മീർ രാജ്യം ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ലയിക്കേണ്ടതുണ്ടായിരുന്നു. കാശ്മീരിൻ്റെ ഭരണാധികാരിയായ മഹാരാജ ഹരി സിംഗ് ഒരു ഹിന്ദുവായിരുന്നു. അദ്ദേഹത്തിന് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാൻ താല്പര്യവുമുണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു രാജ്യത്തെ ലയിക്കാതെ സ്വാതന്ത്ര്യം നിലനിർത്താൻ അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ പാകിസ്ഥാൻ പിന്തുണയോടെയുള്ള ഗോത്രവർഗ നുഴഞ്ഞുകയറ്റം ഈ പ്രദേശത്തെ അസ്ഥിരമാക്കി. ഇന്ത്യയെ സൈനിക ഇടപെടലിന് ഇത് പ്രേരിപ്പിച്ചു. ഈ യുദ്ധം ലൈൻ ഓഫ് കൺട്രോൾ അഥവാ LOC അതിൻ്റെ രൂപീകരണത്തിനും കാശ്മീർ തർക്കത്തിൻ്റെ തുടക്കത്തിനും കാരണമാവുകയായിരുന്നു. 1947 ജൂൺ 3-ന് ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2 രാജ്യങ്ങളായി വിഭജിക്കാൻ തീരുമാനിക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായി 565-ലധികം വരുന്ന നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ലയിക്കുകയോ അല്ലെങ്കിൽ സ്വതന്ത്രമായി നിലനിൽക്കുകയോ ചെയ്യാനുള്ള അവകാശം ലഭിച്ചു.